വെൽക്കം ബാക്ക് ടു വെർട്ടിക്കൽ റൂട്ട്സ്. വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വീഡിയോസൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആരാണ് വെയിറ്റ് ചെയ്യുന്നല്ലേ? ഇതുവരെയുള്ള നമ്മുടെ ഒരു യാത്രയിൽ ട്രാവൽ പാർട്ണറായിട്ട് കൂടെ ഉണ്ടായിരുന്നത് DJIയുടെ ഓസ്മോ പോക്കറ്റ് എന്ന ക്യാമറയായിരുന്നു. കുഞ്ഞൻ ആക്ഷൻ ക്യാമറ. അതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ മുമ്പ് പഴയ ചാനലിൽ ചെയ്തിരുന്നു, കണ്ടവരുണ്ടാവാം. അപ്പോൾ ആ യാത്ര DJIയുടെ ഓസ്മോ പോക്കറ്റുമായുള്ള യാത്ര നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ട്രാവൽ പാർട്ണർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മുടെ ആ പുതിയ ട്രാവൽ പാർട്ണർ വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രകൾ ആ ഒരു ട്രാവൽ പാർട്ണറുമായിട്ടായിരിക്കും. അതായത് ആ പുതിയ ഒരു ക്യാമറയുമായിട്ടായിരിക്കും. ആ ക്യാമറയുടെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ചെറിയൊരു റിവ്യൂവുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ആരാണ് ആ പാർട്ണർ എന്നല്ലേ? ഇതാണ് ഗോപ്രോയുടെ ഹീറോ 9 ബ്ലാക്ക് ആണ് നമ്മുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ കൂടെ ഉണ്ടാവുക. ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള, നിലവിലുള്ളതിൽ ഏറ്റവും എക്സ്ട്രീമായുള്ള ഒരു ക്യാമറ ഒരു ആഗ്രഹമാണ്. അതുപോലെ കുറേ കാലമായിട്ട് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഗോപ്രോ ഹീറോ 9. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. ഇതിൻ്റെ റിവ്യൂ അറിയേണ്ടവർക്ക്, താല്പര്യമുള്ളവർ വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം. അതിൻ്റെ കവറ് ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇത് നല്ല ഒരു ഗോപ്രോൻ്റെ ഒരു നല്ലൊരു കേസിനകത്താണ് ഇത് വന്നിട്ടുള്ളത്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് സിബ് ഒന്ന് തുറന്ന് ഇതാ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഗോപ്രോയിൽ വരുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ കൂടെ ഉള്ള എന്തൊക്കെ സാധനങ്ങൾ നോക്കാം. ഇത് ഒരു C ടൈപ്പ്, ഇതിൻ്റെ ചാർജിങ് കേബിള്, അതുപോലെ ഇത് ആണ് ഇതിൻ്റെ ബാറ്ററി. 1720 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. മാറ്റി വെക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ഒരു മൗണ്ട്. അതുപോലെ ഇതതിൻ്റെ സ്ക്രൂ ആണ്. ഇത് ഒരു ബാക്കിൽ ഡബിൾ ടാപ്പ് വരുന്ന ഒട്ടിക്കാൻ പറ്റുന്ന ഒരു കർവ്ഡ് സർവീസ്, ഹെൽമറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കർവ്ഡ് സർവീസിൽ ഒട്ടിച്ചിട്ട് അതിൽ ക്യാമറ കൊടുക്കാൻ പറ്റുന്ന ഒരു മൗണ്ടാണ്. ഇനി ഇതിന് നമുക്കിതിൻ്റെ കൂടെയുള്ളത് ഇതിൻ്റെ ഒരു മാനുവൽ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്റ്റിക്കർ, ഗോപ്രോൻ്റെ സ്റ്റിക്കർ വരുന്നുണ്ട്. നമ്മൾ ക്യാമറ എടുക്കുന്നത് ഇതാണ്, നമ്മുടെ ഗോപ്രോ ഹീറോ 9 എന്ന് പറയുന്ന ക്യാമറ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഒരു കുഞ്ഞൻ ക്യാമറ. ഇതിൻ്റെ രണ്ട് സൈഡിൽ ഡിസ്പ്ലേ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് ഡിസ്പ്ലേ നമുക്കിത് തുറക്കാം. അതുപോലെ ഇത് ക്യാമറൻ്റെ ഒരു കവറിങ്. അതിൻ്റെ ബാക്കിൽ ഇവിടെ ഹീറോ 9ൻ്റെ 9 ബ്ലാക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ പവർ ആൻഡ് മോഡ് ബട്ടൺ, പവർ ബട്ടൺ. മുകളിൽ നമ്മുടെ ക്യാമറ റെക്കോർഡിങ്, അതുപോലെ ഫോട്ടോ റെക്കോർഡിങ് ഓൺ ഓഫ് ബട്ടൺ. അതുപോലെ ഈ സൈഡിലാണ് ഇതിൻ്റെ ബാറ്ററി കേസ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാറ്ററി തുറക്കുന്നത്. ഇതാണ് ബാറ്ററി കേസ്. അത്യാവശ്യം നമ്മുടെ ഈ ബാറ്ററി ഇതിലാണ് ചാർജിങ് ചെയ്തിട്ടില്ല, ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ തന്നെയാണ്, സൈഡിൽ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ അടിയിൽ ഇതാണ് നമ്മൾ ചാർജ് ചെയ്യാനുള്ള C ടൈപ്പ്. അതുപോലെ ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഇൻബിൽറ്റ് മൗണ്ട്. ഇത് ആണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ആദ്യം കാണുമ്പോഴുള്ള കുറച്ച് ഫീച്ചേഴ്സ്. ഇനി നമ്മൾ ഇത് ഒന്ന് ചാർജ് ചെയ്യട്ടെ, ബാറ്ററി ചാർജ് ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ ഇത് ഓണാക്കി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതുപോലെ നമ്മൾ ഇതുകൊണ്ടെടുക്കുന്ന വീഡിയോ, അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ 180 റെസൊല്യൂഷനിൽ 24 FPS ഹൈപ്പർ സ്മൂത്ത് ഓഫ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം ഷെയ്ക്കൊക്കെ കാണും. നിങ്ങൾക്ക് ഞാൻ ഓടി കാണിച്ചു തരാം. ഹൈപ്പർ സ്മൂത്ത് ഹൈയിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത്. നല്ല ശക്തിയിൽ ഓടുന്നുണ്ട്.
4K 24 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് ആണിത്. ഇപ്പോൾ എനിക്ക് നോക്കിക്കൊണ്ട് എന്നെ കണ്ടുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് സെൽഫി മോഡിലെടുത്തിട്ട് നമുക്ക് അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് അലൈൻ ചെയ്യാൻ കഴിയും. നമ്മളെവിടെയാണ് ആ സ്ക്രീനിൽ കാണുന്നതെന്നൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിനി വെള്ളത്തിലിറക്കിയിട്ടുള്ള ഷൂട്ടിംഗ് ആണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നമുക്ക് ശരിക്കൊരു പൂളിലൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഇത് കാണിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. 1-2 മീനുകളൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഇറക്കിയിട്ട് നോക്കാം. ആദ്യത്തെ പരീക്ഷണമാണ്. നോക്കാം നമുക്ക്. നമുക്കിതാ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇറക്കി വെള്ളത്തിലിറക്കിയിട്ട് ഉള്ള ഒരു ഷൂട്ടിങ് നമുക്കൊരു 33 അടി വരെ വെള്ളത്തിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മളെ വെള്ളത്തിലിറക്കിയുള്ള വിഷ്വൽസാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് കുറച്ചൊക്കെ കണ്ടല്ലോ. അതായത് ഈ ക്യാമറയിൽ നമുക്ക് വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, അതുപോലെ ടൈം വാർപ്പ്, ഇത്രയും നമുക്ക് ഫെസിലിറ്റീസ് കിട്ടും. വീഡിയോയിൽ തന്നെ ആക്ടിവിറ്റി മോഡും സിനിമാറ്റിക് മോഡും അവൈലബിൾ ആണ്. അതുപോലെ വീഡിയോൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1440 മുതൽ പിന്നെ ഫുൾ HD, 2.7K, 4K, 5K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. 5K 24 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് 5K നമുക്ക് ഒരുവിധം ആളുകൾക്ക് നല്ല ഒരു എഡിറ്റിംഗ് ഒക്കെ ഉള്ളവർക്ക് ആ 5K ശരിക്കും എഡിറ്റ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതൊരു കുഴപ്പം ഉണ്ട്. ഫുൾ HD നമുക്ക് 24 ഫ്രെയിം പെർ സെക്കൻഡ് മുതൽ 240 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ DJI ഓസ്മോ പോക്കറ്റ് ഉപയോഗിച്ചിരുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് വേറൊരു പ്രത്യേകത എന്നുള്ളത് തന്നെ വൈഡ് ആംഗിളാണ് ഇതിൻ്റെ. അത് നാരോ മോഡ്, ലീനിയർ പ്ലസ് ഹൊറിസോൺ ലെവലിംഗ്, പിന്നെ ലീനിയർ മോഡ്, വൈഡ് ആംഗിൾ, അതുപോലെ സൂപ്പർ വ്യൂ, ഇത്തരം 5 ആംഗിളുകളിൽ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അണ്ടർ വാട്ടർ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ വിഷ്വൽസ് കണ്ടു. അണ്ടർ വാട്ടർ ഷൂട്ടിങ് 33 അടി താഴെ വരെ നമുക്ക് വെള്ളത്തിൽ ഇത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ കൂടുതൽ താഴേക്ക് പോയാൽ ഒരു പക്ഷേ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. 33 അടി വരെ ആണ് കമ്പനി ഇത് അവകാശപ്പെടുന്നത്. അതുപോലെ ടൈം ലാപ്സ് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും വിചാരിക്കും. നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഒരു ട്രൈപോഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാമറ നിർത്തിയതിന് ശേഷം നമ്മൾ ആ വിഷ്വൽസ് ഒരു ഫാസ്റ്റായിട്ട് എടുക്കുന്ന സംഭവം. ടൈം ലാപ്സിനെ കുറിച്ച് അറിയാമായിരിക്കും. ടൈം ലാപ്സ് എടുക്കും. അതിന് കൂടാതെ ടൈം വാർപ്പ് എന്നൊരു ഫെസിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. ടൈം വാർപ്പ് എന്നൊരു ഫെസിലിറ്റി കൂടി ഇതിനകത്തുണ്ട്. ടൈം വാർപ്പ് നമ്മൾ മറ്റു ക്യാമറകളിലോ എടുക്കുന്ന ഹൈപ്പർ ലാപ്സ് തന്നെയാണ്. അതായത് നമുക്ക് മൂവിങ്ങിൽ എടുക്കാവുന്ന ടൈം ലാപ്സ്, വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ടൈം വാർപ്പും നമുക്കിതിലെടുക്കാൻ കഴിയും. ഈ ടൈം ലാപ്സും ടൈം വാർപ്പിൻ്റെയും വീഡിയോ നമ്മളിപ്പോൾ എടുത്തിട്ടില്ല, നിങ്ങളെ കാണിച്ചിട്ടില്ല. നമുക്ക് ഈ വരുന്ന വീഡിയോകളിൽ നമുക്ക് അത്തരം വീഡിയോകൾ കൂടി നമുക്ക് കാണിക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ 1-2 ആക്സസറീസ് കൂടി എക്സ്ട്രാ വേറെ പുറത്തു നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു. അതിലൊന്നാണ് ഇത് നമ്മുടെ എന്താ പറയുക, ട്രൈപോഡ് പ്ലസ് ഒരു സ്റ്റിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്കിങ്ങനെ നീട്ടിയിട്ട് ഒരു ഇത്ര നീളത്തിൽ നമുക്ക് നോക്കിയിട്ട് ഇത് ഇവിടെ നമുക്ക് ഗോപ്രോ കൊടുക്കിയിട്ട് നമുക്കിങ്ങനെ നടന്നതാക്കാം. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡായിട്ടും ഉപയോഗിക്കാൻ കഴിയും. ഏകദേശം ഈ ഗോപ്രോ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്. ഇത് ഗോപ്രോൻ്റെ പ്രോഡക്റ്റ് തന്നെയുണ്ട്. അത് ഏകദേശം നല്ല വില വരുന്നതാണ്. ഇത് ഞാൻ ഏകദേശം 800 രൂപ കൊടുത്തിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ മറ്റൊരു ആക്സസറി വാങ്ങിയത് ഇത് ആണ്. ഇതിൻ്റെ കേസ് ഒരു സിലിക്കോൺ കേസ്, ഫ്ലെക്സിബിളാണ്, അത്യാവശ്യം സ്മൂത്താണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ലെൻസ് കവർ ചെയ്യാനുള്ള ഒരു ലെൻസ് ക്യാപ്പ് കൂടി ഉണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ലെൻസ് നമുക്ക് ആ ലെൻസിന് സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളോ വരാതെ
ഇത് ഒരു നല്ല ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. പിന്നെ ഇതിന് മൈക്ക നമ്മൾ പറഞ്ഞു, അത്യാവശ്യം ഇൻബിൽട്ടായിട്ട് 2 മൈക്ക ഇതിലുണ്ട്. ഒന്ന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന ഒരു മൈക്ക ഇവിടെ വരുന്നുണ്ട്, അതുപോലെ ബാക്കിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു മൈക്ക ഇവിടെയും വരുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളതാണ്, ആ വീഡിയോയിൽ കാണുന്ന ആ ഒരു മൈക്കയുടെ ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അഡീഷണൽ മൈക്ക നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ മീഡിയ മോഡ് വാങ്ങാൻ കിട്ടും. അത്യാവശ്യം നല്ല വിലയുണ്ട് മീഡിയ മോഡിന്. ആ മീഡിയ മോഡ് വാങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് മൈക്ക ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് ഒന്ന് പറയാൻ പറ്റുന്ന അതാണ്, നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്യാൻ നിലവിൽ ഈ ഗോപ്രോയിൽ സംവിധാനമില്ല. അതിന് നമ്മൾ എക്സ്ട്രാ മീഡിയ മോഡ് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മൈക്ക ഇതിൽ കൊടുക്കാൻ കഴിയൂ. അതുപോലെ ഇതിൻ്റെ ഡിഫക്ട്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിച്ചു വരുന്നുള്ളൂ, എന്തൊക്കെയായിരുന്നു ഡിഫക്ട്സ് എന്നുള്ളത്. കാരണം നമ്മൾ ഇന്നലെ കിട്ടിയിട്ടുള്ളൂ, ഇന്ന് 2ാം ദിവസമാണ്. നമ്മളിതുമായി യാത്രകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന യാത്രകളിൽ ആണ് ഇതിൻ്റെ എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ വരുന്നെങ്കിൽ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ എക്സ്റ്റേണൽ മൈക്ക കൊടുക്കാൻ ഫെസിലിറ്റി ഇല്ല. അതിന് നമ്മൾ മീഡിയ മോഡ് എക്സ്ട്രാ വാങ്ങി അത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക കൊടുക്കാൻ കഴിയുള്ളൂ. എക്സ്റ്റേണൽ മൈക്ക ആവശ്യമുള്ളവർക്ക് ഇൻബിൽട്ടായിട്ടൊരു മൈക്ക ഉണ്ട്. ഇനി രണ്ടാമതൊരു ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. 1720 mAh ബാറ്ററി മാത്രമാണ് ഇതിനുള്ളത്. ഏകദേശം ഈ നിലവിലുള്ള ആക്ഷൻ ക്യാമറകൾക്കുള്ള എല്ലാം അവസ്ഥ ഇതുപോലെയാണ്, ബാറ്ററി ചെറിയ കപ്പാസിറ്റി ആയിരിക്കും. അപ്പോൾ നിലവിലുള്ളതിൽ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ളതാണ്. 1720 mAh ഉണ്ട്. നമ്മൾ നേരത്തെ DJIയിൽ 870 mAh മാത്രമായിരുന്നു ബാറ്ററി. അതുപോലെ ഇതിൻ്റെ ചാർജിങ് ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ചാർജിങ് ചെയ്തപ്പോൾ ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ഇത് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്നു എന്നൊരു ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിലയാണ്. ഇതിൻ്റെ വില ഗോപ്രോ ഹീറോ 9ൻ്റെ നിലവിലുള്ള മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഏതാണ്ട് 35,000 രൂപയാണ് ആമസോണിൽ ഇതിൻ്റെ വില. ചെറിയ ഡിഫറൻസ് ചില ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് ചില ഓഫറുകൾ വരാറുണ്ട്. ഫ്ലിപ്കാർട്ടിൽ അതിൽ കൂടുതൽ വിലയാണ് വരുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഗോപ്രോ ഹീറോ 9ൻ്റെ ഏതാണ്ട് ഒരു ചെറിയ റിവ്യൂ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ശരിക്കും യൂട്യൂബേഴ്സിന്, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഉപയോഗം. അതുപോലെ മൂവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആണ് ഇതിൻ്റെ ഉപയോഗം കൂടുതലുള്ളത്. സാധാരണ നമുക്കൊരു നല്ല ക്യാമറ, ഫോട്ടോ എടുക്കാൻ ക്യാമറ വേണം എന്ന് താല്പര്യപ്പെടുന്നവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് നല്ലത് കുറച്ചുകൂടി DSLR പോലുള്ള ക്യാമറകളാണ്. സൂം ചെയ്ത് നമ്മുടെ കറക്റ്റ് എടുക്കാൻ കഴിയുന്ന ക്യാമറകളാണ്. ഇതിൽ അത്തരം ഒരു ഫെസിലിറ്റീസ് ഒന്നുമില്ല. സൂമിങ് ഉണ്ട്, ചെറിയൊരു സൂമിങ് ഉണ്ട്. എന്നാൽ നമ്മളൊരു ഫോട്ടോ ക്യാമറ ആയിട്ട് നമുക്കിത് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു വീഡിയോ ക്യാമറ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു നല്ല ക്യാമറ തന്നെയാണ് ഗോപ്രോ ഹീറോ 9. നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയുള്ള ഏറ്റവും നല്ല ക്യാമറ തന്നെയാണ്. ഹീറോ 10 ഇപ്പോൾ ഈ അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതിലും കൂടുതൽ ഫെസിലിറ്റീസ് ചിലപ്പോൾ ഹീറോ 10ൽ വരാമായിരിക്കാം. ഇല്ലെങ്കിൽ ഗോപ്രോ ഹീറോ 9 ആണ് ഇപ്പോൾ നിലവിൽ ഒരു മൂവിങ് ആക്ഷൻ ക്യാമറയിൽ ഏറ്റവും മുന്നിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇനിയുള്ള വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ യാത്രകളിൽ ഒരു ട്രാവൽ പാർട്ണറായിട്ട്, ഒരു ദോസ്തായിട്ട് ഇവൻ കൂടെ ഉണ്ടാവും, ഗോപ്രോ ഹീറോ 9. അപ്പോൾ വേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ മികവാർന്ന, കൂടുതൽ ക്ലിയർ പിക്ചറോട് കൂടിയ വീഡിയോകളും യാത്രകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ സലാം.